കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കുന്നതിന് കൂടുതൽ വിഭവ സമാഹരണ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവുക, ആ വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂലധന നിക്ഷേപങ്ങൾ ഏത് തരത്തിലായാലും സ്വീകരിക്കുക എന്നതാണ് നവകേരള രേഖ മുന്നോട്ടേക്ക് വെക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപങ്ങളെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനു വേണ്ടി, ജനങ്ങളുടെ താല്പര്യത്തിനു വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടാണ്. ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കും നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഉന്നയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വർഗപരമായ കാഴ്ചപ്പാട് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്നത് തന്നെയാണ്. എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ളതല്ല. വർഗപരമായി ഈ തരംതിരിവ് കേരളീയ സമൂഹത്തിൽ മുമ്പ് തന്നെ ഉള്ളതാണ്, ഇനിയും ഉണ്ടാവും. നവകേരളം എന്നത് മലയാളിക്ക് അനുഭവവേദ്യമായ കാര്യമാണ്. അസാധ്യമെന്നും ഒരു കാലത്തും നടക്കില്ലെന്നും കരുതിയത് യാഥാർത്ഥ്യമായ കാലം. ആ ആത്മവിശ്വാസമാണ് നവകേരളത്തിന് ഇനി വേണ്ടത് എന്തൊക്കെയാണെന്ന് ആലോചിക്കാനും തീരുമാനിക്കാനും CPIM-നെ പ്രാപ്തമാക്കുന്നത്. മോദി സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തെയും മറികടന്ന് ധനസ്ഥിതി മെച്ചപ്പെട്ട അവസ്ഥയിൽ കേരളമെത്തി. എന്നിരുന്നാലും സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് CPIM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ മൂലധന നിക്ഷേപം സ്വീകരിക്കും. വിഭവ സമാഹരണത്തിനു വേണ്ടി അമിത ഫീസ് ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കില്ല. ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വൈകുന്നേരം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയായി. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖയ്ക്കുമേലുള്ള ചർച്ച നാളെയാണ് നടക്കുക. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. സരുൺകുമാർ CPIM, ജോർജ് ജോസഫ് മാധ്യമപ്രവർത്തകൻ, ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ. ഞാൻ അരുൺകുമാറിലേക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹത്തെ അവിടുന്ന് കാണാം. സമ്മേളന നഗറിൽ നിന്നുമാണ് അദ്ദേഹം പ്രതിനിധിയായി പങ്കെടുക്കുന്നത്. ശ്രീ അരുൺ, കേൾക്കാമോ? റൈറ്റ്, അരുണിലേക്ക് വരാം. അദ്ദേഹം തയ്യാറാകുന്നതേ ഉള്ളൂ. ശ്രീ പൊടിപ്പാറ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു കാര്യം, ഈ നവകേരളം എന്നതിലെ പുതുവഴികൾ എന്ന് വെച്ചാൽ നവകേരളം എന്ന് പറയുന്ന ഒരു ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോയ സർക്കാർ അക്കാര്യത്തിൽ ചെയ്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്നതുമൊക്കെ നമ്മൾക്കെല്ലാം അറിയുന്നതും നിരന്തരം ചർച്ച ചെയ്യുന്നതുമായ കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ മുന്നേറുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് കൂടുതൽ ആവശ്യകതകൾ വരിക, അത് കുറേ കൂടി മികവാർന്ന നിലയിലേക്ക് നമ്മുടെ സ്റ്റേറ്റിനെ മാറ്റുക, ആ നിലയിൽ ഇനി എന്തൊക്കെയാണ് വേണ്ടത്, ആ ആലോചനയിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വന്നിട്ടുള്ളത്. തുടർച്ചയായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ ഉപരോധം, സാമ്പത്തിക ഉപരോധം, അത് തീരാൻ പോകുന്നില്ല. കാരണം BJPക്ക് രാഷ്ട്രീയമായി കേരളത്തിലുള്ള സ്വാധീനക്കുറവ് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയമായ കാരണം എന്നിരിക്കെ ആ ഉപരോധം എന്നത് തുടരുകയും, എന്നാൽ സാമ്പത്തിക ഉപരോധം തുടരുകയും, എന്നാൽ അതിനെ അതിജീവിക്കേണ്ടതായ ഒരു ആവശ്യകത കേരളത്തിനുള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ നിന്നും വലിയൊരു കുതിപ്പിലേക്ക് പോകാൻ കഴിയുന്ന പദ്ധതികൾ തയ്യാറാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അതിനെ സമീപിക്കാൻ പോകുന്നത് എന്ന് പറയുക കൂടി ഉണ്ടായല്ലോ. ശ്രീ പൊടിപ്പാറ. ശരത്തെ, ഇതിനകത്തുള്ള ഒരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് മാർക്സിസം എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അത് മൂലധന ശക്തികൾക്ക് എതിരാണ്, ക്യാപിറ്റലിസത്തിനും ഫ്യൂഡലിസത്തിനും ഒക്കെ എതിരായിട്ട് അടിസ്ഥാന വർഗത്തിന്റെ അഥവാ തൊഴിലാളി വർഗത്തിന്റെയും അതുപോലെ തന്നെ ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങളുടെയും വിമോചനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഐഡിയോളജിയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നതിനേക്കാൾ കമ്മ്യൂണിസത്തിന്റെ പ്രസക്തി ഒരു ഐഡിയോളജി എന്ന നിലയ്ക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസത്തിന് എല്ലാ കാലത്തും അതിൻ്റെതായ പരിമിതികളുണ്ട്. എല്ലാ കാര്യങ്ങളെയും ആ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു പർവ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാനോ വിച്ഛേദിക്കാനോ കഴിയില്ല. പക്ഷെ ഒരു ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് ഏത് രാജ്യത്തിന്റെയും ഏത് സമൂഹത്തിന്റെയും ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ആ ഐഡിയോളജിക്ക് വലിയ പ്രസക്തിയുണ്ട്. അത് നമ്മൾ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. കേരളത്തിന്റെയും ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കമ്മ്യൂണിസം കേരള സമൂഹത്തിൽ എന്തു ചെയ്തുവെന്നും ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആ ഒരു സാന്നിധ്യം
കേരള സമൂഹത്തിൽ ഗുണപരമായിട്ട് എത്രത്തോളം മാറ്റങ്ങൾ വരുത്തി. ചില കാര്യങ്ങളിലൊക്കെ അല്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്ന പോലെ നിർബന്ധ ബുദ്ധികളും സമരങ്ങളും അതുപോലെ തന്നെ അല്പം രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളും ഒക്കെ ചില ഘട്ടങ്ങളിൽ മാറ്റങ്ങൾക്ക് അനിവാര്യമാണ്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില ഘട്ടങ്ങളിൽ ആ ആ ഒരു ഐഡിയോളജി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഉപയോഗിച്ച് ജനങ്ങളെ ആ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളവും ബംഗാളും പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. മറ്റു പല ഘടകങ്ങളും ഈ കേരളത്തിലും ബംഗാളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ട് മാത്രമല്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ഒരു പ്രത്യയശാസ്ത്ര ദർശനങ്ങളുണ്ട്. ആ ദർശനം എന്ന് പറയുന്നത് എപ്പോഴും തൊഴിലാളി വർഗത്തെക്കുറിച്ചും അടിസ്ഥാന വർഗത്തെക്കുറിച്ചും മൂലധന ശക്തികൾക്കെതിരെയുള്ള നിരന്തര പോരാട്ടങ്ങളെക്കുറിച്ചും ആ ചൂഷണത്തിനെതിരെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കൂട്ടായി ചെറുത്തുനിൽപ്പിനെ കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ ഒരു കാര്യം അതുകൊണ്ടാണ് താങ്കളോട് ചരടുകൾ ചോദിച്ചോളട്ടെ. ആ ഐഡിയോളജിയെക്കുറിച്ച്, ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് താങ്കൾ പറയുമ്പോൾ തന്നെ ഓരോ കാലത്തും അതാത് കാലത്തിനനുസരിച്ചുള്ള പ്രയോഗവൽക്കരണം എന്നുള്ളത് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ട് പോക്കിനും അനിവാര്യമല്ലേ? ഉദാഹരണത്തിന് 57 ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയല്ലേ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള മണ്ണായി മാറുകയും 57 EMS അധികാരത്തിൽ വരികയും ചെയ്തത്. തുടർന്ന് ഇങ്ങോട്ട് നോക്കൂ, ജന്മി കുടിയാൻ വ്യവസ്ഥ, ഫ്യൂഡലിസം, താങ്കൾ പറഞ്ഞ ഫ്യൂഡൽ വ്യവസ്ഥ അവസാനിപ്പിച്ച രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം അന്ന് തന്നെ കേരളമായി മാറുന്നു, അന്നു മുതൽ തന്നെ. അതേ തുടർന്ന് സംഭവിച്ചത് എന്താണ്? അതേ തുടർന്ന് വളരെ ശക്തമായ ഒരു ഇടത്തരം മധ്യവർഗം വളർന്നു വരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ, ആ സമൂഹത്തിൻ്റെ ആവശ്യകതകൾ എന്ത്, അത് കണ്ടുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രായോഗിക സമീപനം സ്വീകരിക്കുക. അപ്പോഴും അദ്ദേഹം എന്ന് പറഞ്ഞത് എന്താണ്? സാമാന്യ ജനവിഭാഗങ്ങൾ, അടിസ്ഥാന വർഗം, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാത്ത, അവരുടെ ഉന്നമനം ഉറപ്പുവരുത്തുന്ന നിലയിൽ ഈ സമൂഹത്തിൻ്റെ, ഇടത്തരം അടക്കമുള്ള മധ്യവർഗ സമൂഹത്തിൻ്റെ അടക്കം കേരളത്തിൻ്റെ വികാസത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നല്ലേ ആ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പം നോക്കൂ, ഒരു കാര്യം കൂടി സാർ, അതിദാരിദ്ര്യ രേഖ, അതിൽ ശതമാന കണക്കിൽ എത്രയാണ്? രാജ്യത്തെ അതിദാരിദ്ര്യമുള്ള മനുഷ്യരുടെ കണക്കിൽ ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് കേരളം. 1% പോലുമില്ല. കഴിഞ്ഞ വർഷം അത് 0.7%, ഇപ്പോൾ അത് 0.5-ലെത്തി. ഈ വർഷം തന്നെ നവംബർ 1 ആ അതിദാരിദ്ര്യമുള്ള മനുഷ്യർ തന്നെ ഇല്ലാതാകും വിധത്തിലേക്കുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ കുടുംബങ്ങൾക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട പുതിയ പുതിയ പദ്ധതികൾ, നവീനമായ ആശയങ്ങൾ, വ്യവസായവൽക്കരണം, ആധുനിക വ്യവസായങ്ങൾ, ഇതൊക്കെ വേണ്ടതല്ലേ? നേരത്തെ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ചില സംശയങ്ങൾ കൂടിയാണ്. എനിക്കിതിന് ഉത്തരവും വേണം. അതായത് കൃത്യമായിട്ട് ഇപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങള് ഞാൻ ഇതിനെയൊന്നും വ്യക്തിപരമായിട്ട് എതിർക്കുന്ന ഒരാളല്ല. കേരളം മാറണം, സമൂഹം, ഇന്ത്യ മാറണം, കേരളം മാറണം, നമ്മുടെ കൺമുന്നിലുള്ള സമൂഹം മാറണം, ആഗോള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം. ഒരു വളർച്ചയുടെ പ്രത്യേക ഘട്ടങ്ങളിൽ ചില ശാഠ്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. ഒരു ഇൻക്ലൂസീവ്നെസ് വരണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ലോകത്തിനൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ചില ശാഠ്യങ്ങളിൽ നിന്നും കടുപിടുത്തങ്ങളിൽ നിന്നും ഒക്കെ മാറി നിന്നിട്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കണം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ ആ ചിന്ത എല്ലായ്പ്പോഴും ഉൾക്കൊണ്ടിട്ടുള്ള, അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ ഇവിടെ അത് ചെയ്യാതെ ഞാൻ ചോദിക്കട്ടെ, 1991 നരസിംഹറാവുവും മൻമോഹൻ സിംഗും ചേർന്ന് ഇന്ത്യയിൽ ഒരു പുതിയ സാമ്പത്തിക ക്രമം, അതുവരെ കോൺഗ്രസ് പിന്തുടർന്ന നെഹ്റുവിയൻ സോഷ്യലിസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുത്തൻ സാമ്പത്തിക നയം, ഉദാരീകരണത്തിലും ആഗോളീകരണത്തിലും ഒക്കെ അധിഷ്ഠിതമായ കമ്പോളം തുറന്നിട്ടുകൊണ്ട്, തുറന്ന വിപണിക്കുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട്, ലൈസൻസ് രാജിന് വിരാമം ഇട്ടുകൊണ്ട് ആ ഒരു മാറ്റത്തിലേക്ക് പോയത് അന്ന് ഇതുപോലൊരു അനിവാര്യതയുടെ ഘട്ടത്തിലല്ലേ? 8.5% സാമ്പത്തിക കമ്മിയുണ്ടായ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ അതിനു മുമ്പിരുന്ന ചന്ദ്രശേഖരന്റെ കാലത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയുടെ റിസർവ് ബാങ്കിൽ രൂപയ്ക്ക് എന്താ പറയാ തുണയായിട്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്തിരുന്ന റിസർവ് സ്വർണം എടുത്തു കൊണ്ടുപോയി പണയം വെച്ചിട്ട് കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവായ ഒരു കാലഘട്ടം. അങ്ങനെ ഒരു ചരിത്രത്തിന്റെ അനിവാര്യമായ ഒരു ദശാസന്ധിയിൽ മാറ്റമില്ലാതെ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവിൽ നരസിംഹറാവുവും മൻമോഹൻ സിംഗും ചേർന്നെടുത്ത ആ തീരുമാനത്തെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്തതും, രാജ്യം അതുപോലെ ഒരു അനിവാര്യതയിൽ അകപ്പെട്ട ഘട്ടത്തിൽ ചെയ്തൊരു സാമ്പത്തിക പരിഷ്കരണത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത പാർട്ടി ഏതാണ്? ഇടതുപക്ഷമാണ്. അത് മൂലധന ശക്തികൾക്ക് കീഴടങ്ങലാണ്, സാമ്രാജ്യത്വത്തിന് കീഴടങ്ങലാണ്, നിലവിലുള്ള എല്ലാ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച എല്ലാ എന്താ പറയാ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനെയും നിരാകരിച്ച് നിഷേധിച്ച് ADB വായ്പയും ലോകബാങ്ക് വായ്പയും അതുപോലെ തന്നെ എല്ലാത്തരം IMF വായ്പകളെ എല്ലാറ്റിനെയും എതിർത്ത്
തോൽപ്പിച്ച അല്ലെങ്കിൽ അതിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഒരു പാർട്ടിയല്ലേ. വേണമെങ്കിൽ ഇന്ന് CPM എടുക്കുന്ന ആ നിലപാട്, ആ ഒരു കാഴ്ചപ്പാട് 95-ൽ പാർട്ടിക്ക് ഉൾക്കൊള്ളാമായിരുന്നില്ല. 95-ന് ശേഷം UPA സർക്കാരും അതുപോലെ BJP സർക്കാരും എല്ലാവരും വന്നു. എല്ലാവരും ആ സാമ്പത്തിക നയം തന്നെ പിന്തുടരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് അനിവാര്യതയാണ്. ഇന്ത്യക്ക് അല്ല, ആ സർക്കാരിനെ തന്നെ CPM അടക്കമുള്ള ഇടതുകക്ഷികൾ പിന്തുണച്ചിട്ടുണ്ടല്ലോ ശ്രീ പൊടിപ്പാറ. അങ്ങനെ തന്നെയുള്ള മൻമോഹൻ സിംഗ് സർക്കാരിനെ പിന്തുണച്ചിട്ടില്ലേ? ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടായില്ലേ? രാജ്യത്തെ മെച്ചപ്പെട്ട സർക്കാരുകളിൽ ഒന്നായി മൻമോഹൻ സിംഗ് സർക്കാർ വിലയിരുത്തപ്പെട്ടില്ലേ എന്നാണ് ഞാൻ പറയുന്നത്. ശരത്തെ, എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. 30 കൊല്ലം മുമ്പ് പാർട്ടിക്ക് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ഈ പാർട്ടിക്ക് ഉണ്ടാകുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. വെരി ഹാപ്പി. ഇതാണ് അരുൺ, ഈ നിലയിലുള്ള ഒരു സമീപനത്തെയാവും ഇത്തരം സമീപനം അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ, പുതിയ നീക്കങ്ങൾ, പുതുവഴികൾ CPM സ്വീകരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളെന്നോ അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളോ അദ്ദേഹം പറഞ്ഞ തരത്തിൽ കേരളത്തിലുണ്ടാകാം. അതൊരു പ്രധാനപ്പെട്ട, ഏതാണ്ട് ആ പ്രത്യയശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഒരു കടുംപിടുത്തം ഉപേക്ഷിക്കുന്നു. പല ഘട്ടത്തിലും സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് മുമ്പിൽ ശാഠ്യം പിടിച്ച പാർട്ടി ഇപ്പോൾ പുതിയ സാഹചര്യത്തിനനുസരിച്ച് അതിനെയൊന്നും ആരും എതിർക്കുന്നില്ല. അത് വേറൊരു രസകരമായ കാര്യം, അത് ശ്രദ്ധേയമായ കാര്യം അതാണ്. ഇതൊക്കെ വേണ്ടതാണ് എന്ന് CPM പറയുമ്പോൾ അതിന് കണ്ടെത്തുന്ന രീതികൾ, അതിൽ CPM ഈ സമീപകാലത്ത് ചെയ്തിട്ടുള്ള, സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ CPM ഇത് എന്നേ ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടാൽ ഞാനൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സാമ്പത്തിക പരിഷ്കാരങ്ങളെയൊക്കെ നഖശിഖാന്തം എതിർത്ത CPIM ഇപ്പോൾ പോകുന്ന ആ വഴിക്കല്ലേ മൂലധന നിക്ഷേപം കൂടിയേ തീരൂ എന്ന് സംസ്ഥാന സെക്രട്ടറി അടിവരയിട്ട് പറയുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങ് സൂചിപ്പിച്ച് ഞാൻ കൃത്യമായിട്ട് കേട്ടു. ഇപ്പം ബഹുമാനപ്പെട്ട ജോർജ് പൊടിപ്പാറ അദ്ദേഹം ധരിച്ചതിൻ്റെ ഒരു തെറ്റാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. 91-ൽ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരം ഉള്ളവനെ കൂടുതൽ സമ്പന്നനായും ഇല്ലാത്തവനെ ഒന്നുമില്ലാത്തവനായിട്ടും മാറ്റുക എന്നതാണ്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരും. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിച്ച് എല്ലാവരുടേതായി മാറുക എന്നതാണ്. ഇപ്പോൾ അതിദാരിദ്ര്യ സർവേയുടെ ഒരു കാര്യം അങ്ങ് ഇടയ്ക്ക് ചോദിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അതുപോലെ തന്നെ കഴിഞ്ഞ സമ്മേളനം നടക്കുമ്പോഴും ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്തത് ഈ കേരളത്തിൽ അതിദാരിദ്ര്യ സർവേ നടത്തി ദാരിദ്ര്യം ഇല്ലാത്ത നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റണം എന്നതാണ്. ഇപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി അതിൻ്റെ ഒരു പ്രഖ്യാപനം വരികയാണ്. ദരിദ്രരില്ലാത്ത നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു. സർവേ നടത്തിയപ്പോൾ 62,000 പേരെയാണ് കണ്ടെത്തിയത്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കി. ഇപ്പോൾ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം ലക്ഷ്യം ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ ഒരു കാതൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പാർട്ടിയായിട്ട് മാറുക, അതുപോലെ എല്ലാവരുടെയും ഗവൺമെൻറ്റായിട്ട് മാറുക. അപ്പോൾ എല്ലാവരുടെയും ഗവൺമെൻറ്റായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പാക്കുക, അവരുടെ എല്ലാം വിഷയങ്ങളിൽ ഏർപ്പെടുക, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഗവൺമെൻറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗമായി നിൽക്കുന്ന, രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത, ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവരെല്ലാം ഞങ്ങളുടെ എല്ലാം വിഷയത്തിൽ ഇടപെടാനും ഞങ്ങൾക്ക് ആശ്വാസമാകുവാനും ഉള്ളത് CPM ആണ്, ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം അണിനിരന്നുകൂടാ എന്ന തോന്നലിലേക്ക് വരും. അത്തരം തോന്നലിലേക്ക് വരുമ്പോൾ അത് എല്ലാവരുടെയും പാർട്ടിയായിട്ട് മാറും, അതുപോലെ എല്ലാവരുടെയും ഗവൺമെൻറ്റായിട്ട് മാറും. അത്തരത്തിലുള്ളൊരു സമീപനം മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഇപ്പോൾ പണ്ടും ഇത്തരത്തിൽ ആശയം നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് പൂർത്തീകരിച്ചാൽ പിന്നീട് വരുന്നത് അടുത്ത UDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് കഴിഞ്ഞാൽ UDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് തുടങ്ങി വെച്ച നല്ല പദ്ധതികൾക്ക് തുടർച്ച കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല. 1987 സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമായാലും 96 അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണമായാലും 2006 പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് നടത്തിയ വിപ്ലവകരമായിട്ടുള്ള ഇടപെടൽ, ഇപ്പോൾ ദേശീയപാതയുടെയൊക്കെ വീതിയുടെ കാര്യത്തിലുള്ള ചർച്ച അന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതുപോലെ തന്നെ റെയിൽ, ഇപ്പോഴുള്ള റെയിൽവേ കൊണ്ട് യാത്രാ ക്ലേശം പരിഹരിക്കാൻ കഴിയില്ല, വേഗത ഇത് പോരാ, മൂന്നാമതും നാലാമതും ഒരു അതിവേഗ പാത വേണമെന്നുള്ള ചർച്ച ആരംഭിച്ചത് 2009-ലാണ്. അതുപോലെ ഊർജ്ജ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കി മാറ്റണം. കേരളത്തിൻ്റെ ഒരു വ്യവസായ ആവശ്യം മീറ്റ് ചെയ്യാൻ വിറക് മാത്രം ഊർജ്ജമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ 2006-2011 ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സജീവ ചർച്ചയായി മാറിയത്. ഇൻ്റർനെറ്റ് മനുഷ്യൻ്റെ അവകാശമാക്കി മാറ്റാനുള്ള ചർച്ച സജീവമായത്, പ്രഖ്യാപനം നടന്നതുമെല്ലാം അന്നാണ്. അപ്പോൾ അത്തരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടായില്ല. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച UDF മുന്നണി, ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാകും. LDF ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ നല്ല പദ്ധതികളെയും അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ദേശീയപാത കേരളത്തിൽ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് ദേശീയപാത അതോറിറ്റി തന്നെ തിരിച്ചു പോയത് 2011-16 ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്.
കേരളയിലെ ചർച്ചയും ആശയങ്ങളൊക്കെ വന്നു. അതിനുവേണ്ടി ബജറ്റിൽ പണം അലോക്കേറ്റ് ചെയ്തു. ഉമ്മൻചാണ്ടി തന്നെ പദ്ധതി പ്രഖ്യാപിച്ചു. പക്ഷെ ഒരടി മുന്നോട്ട് നീങ്ങാത്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഊർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അതിൻ്റെ പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ചത് 2011 മുതൽ 2016 വരെയുള്ള ഗവൺമെൻറ്റാണ്. ഇന്റർനെറ്റ് മനുഷ്യൻ്റെ അവകാശമാക്കി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾക്ക് ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ല, ഒരു തുടർച്ച ഉണ്ടായില്ല. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ LDF ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് തുടർച്ചയിൽ കൊണ്ടുപോകാൻ UDF ശ്രമിച്ചില്ല. പക്ഷേ 2016 LDF ഗവൺമെൻറ്റിന് 2021 ഭരണ തുടർച്ച കിട്ടുന്നു. ആ തുടർച്ച കിട്ടുമ്പോൾ നമ്മൾ തുടങ്ങി വെച്ച നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിവിധ രംഗത്ത് ഒന്നാമതെത്തി മാറുന്നു. ഇപ്പോൾ ഈ രേഖ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും എല്ലാം പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ സുസ്ഥിര വികസന സൂചിക, പബ്ലിക് അഫയേഴ്സ് സൂചിക, അതുപോലെ ശ്രേഷ്ഠതാ സൂചിക, ദാരിദ്ര്യ സൂചികയിൽ നമ്മൾ ഏറ്റവും ദാരിദ്ര്യമില്ലാത്ത നാടായി മാറി, ഹാപ്പിനെസ് ഇൻഡെക്സ്, ആരോഗ്യ സൂചിക, ഊർജ്ജ കാലാവസ്ഥാ സൂചിക, വർഗീയ സംഘർഷമില്ലാത്ത നാട്, ആദ്യ സൂപ്പർ ഫേബ് ലാബ്, ആദ്യ ഡിജിറ്റൽ സർവകലാശാല, ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക്, വാട്ടർ മെട്രോ, അതുപോലെ ഡിജിറ്റൽ പ്ലാന്റേഷൻ അവാർഡുകൾ, എല്ലാ വീടുകളും വൈദ്യുതിവൽക്കരിച്ച സാഹചര്യം, അങ്ങനെ നിരവധി പദ്ധതികളിൽ നമ്മൾ ഒന്നാമതെത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും ഗവൺമെൻറ്റായിട്ട് ഈ ഗവൺമെൻറ് മാറുക. അപ്പം അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി എന്തുകൊണ്ട് മാറിക്കൂടാ? കാലാകാലങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചവർ വരെ നമ്മുടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായി വരുന്നൊരു കാഴ്ച, ആ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നു. ശശി തരൂരും അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വരെ ഇത് ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഭരണ തുടർച്ച ഉണ്ടാക്കുക എന്നതുമല്ല പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം, മറിച്ചോ ഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായിട്ട് മാറുക. ഈ ഇത്തരത്തിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണ സംവിധാനം അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മളെ LDFനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള പോക്കിൽ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയാണ്. ആ വേദിയെ നന്നായി പ്രയോജനപ്പെടുത്തുന്നു. ആ പ്രയോജനപ്പെടുത്തുമ്പോൾ കൂടുതൽ ആളുകൾ ഈ രാഷ്ട്രീയത്തിൽ യോജിക്കാൻ തയ്യാറായി വരുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകുന്നു. അത്തരത്തിൽ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായിട്ട് മാറും, മുഴുവൻ ആളുകളുടെയും പാർട്ടിയായിട്ട് മാറുക എന്നതാണ് ലക്ഷ്യം. അതോടൊപ്പം വരുമ്പോൾ കൂടുതൽ ആളുകൾ അണിനിരക്കുമ്പോൾ ഭരണ തുടർച്ചയും മറ്റു കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് വിജയവും എല്ലാം അനായാസം ഈസിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവും. അത്തരത്തിൽ നല്ലൊരു ചർച്ചയാണ് കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീ ജോർജ് ജോസഫ്, ഏതായാലും പാർട്ടി CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ വേണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറുഭാഗത്തിപ്പോൾ മാധ്യമങ്ങൾ കിട്ടുന്ന കുറേയേറെ വിവരങ്ങളുടെ, അത് വസ്തുതയാകാം അവാസ്തവമാകാം, വാർത്തകൾ പലതും അല്ലെങ്കിൽ ആരോപണങ്ങൾ പലതും ഉന്നയിച്ചതൊക്കെ വല്ലാതെ പിൻവലിക്കേണ്ടി വരുന്ന ഒരു പൊതു മാധ്യമ പ്രതിപക്ഷ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അതിലൊക്കെ കിടന്നിങ്ങനെ പൊതു ചർച്ചകൾ അങ്ങനെ പരിമിതപ്പെടുമ്പോൾ നാടുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്ക്, ആലോചനകൾക്ക് വിധേയപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട നല്ല കാര്യമാണ്. പക്ഷേ അവിടെ ശ്രീ പൊടിപ്പാറയെ പോലെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ച വിമർശനങ്ങളുടെ രീതി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് CPM ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് അരുൺകുമാർ പറഞ്ഞതും താങ്കളുടെ മുമ്പിലുണ്ട്. എനിക്കതിൽ തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏറ്റവും അധികം ഇവിടെ ചർച്ചയാകുന്നത് ഈ അസന്തുലിതാവസ്ഥ, അതായത് ശതകോടീശ്വരന്മാരാകുന്നു, രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയാണ്, ദാരിദ്ര്യ പട്ടിക വർദ്ധിക്കുന്നു, അതിലുള്ള മനുഷ്യരുടെ എണ്ണം കൂടുന്നു, അത്രയേറെ കോടാനുകൂടി മനുഷ്യന് സൗജന്യ റേഷൻ കൊടുക്കുന്നത് വളരെ അഭിമാനകരമായി പറയേണ്ടി വരുന്നു കേന്ദ്ര സർക്കാരിന്. മൻമോഹൻ സിംഗിൻ്റെ കാലത്തായാലും മോദിയുടെ കാലത്തായാലും സാമ്പത്തിക നയത്തിൽ വരുന്ന പ്രശ്നം ഇങ്ങനെയുണ്ട്, പൊതുമേഖലകൾ വിറ്റഴിക്കുന്ന തുടർച്ച വരുന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ആസ്തി വികസനം എന്ന് പറയുന്നത് കുറേ കൂടി സംസ്ഥാനത്തിൻ്റേതാണ്, നാടിൻ്റേതാണ് എന്നൊരു നില വരുന്നില്ലേ? ഇതിൽ തന്നെ വളരെ പ്രകടമായൊരു അന്തരമില്ലേ? ശ്രീ പൊടിപ്പാറ പറഞ്ഞതുപോലെയാണോ ഇൻ്റർനെറ്റ് ഡിവൈഡ് ഇല്ലാത്തൊരു നാടാകണം എന്ന് ചിന്തിക്കുന്നു? ഏത് സൂചിക എടുത്താലും രാജ്യത്തെ ഒന്നാം സംസ്ഥാനമായി നമ്മൾ ഈ കാലയളവിൽ കേരളം നിൽക്കുന്നു. അപ്പോൾ സ്റ്റേറ്റിൻ്റെ അസറ്റ് വർദ്ധിക്കുന്ന നിലയിലേക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാം, അല്ലെങ്കിൽ മൂലധന നിക്ഷേപമാകാം. അപ്പോഴും പറയുന്നത് ചരടുകൾ പാടില്ല എന്ന്. മൂലധന നിക്ഷേപം എങ്ങനെയും പോരട്ടെ എന്നല്ലല്ലോ അപ്പോഴും പറയുന്നത്. ചരടുകളില്ലാത്ത നിക്ഷേപം സ്വീകരിക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തെ ഹനിക്കുന്ന ഒരു പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോവില്ല. പക്ഷേ അതിൻ്റെ പേരിൽ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഒന്നും ബുദ്ധിമുട്ടുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ ചോദിക്കുന്നത്, പുതിയ സാധ്യത തേടുന്നത് അത് നാടിൻ്റെ ആസ്തി വികസനം എന്ന നിലയിലേക്ക് കേരളം മാറുകയും അത് മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം കൂടുതൽ മാതൃകാപരം ആവുകയുമാണോ? അതോ ഒരു പ്രത്യയശാസ്ത്രത്തെ തന്നെ കൈയൊഴിഞ്ഞ് ഏതോ വഴിക്ക് പോകുന്നു എന്ന നിലയ്ക്ക് കാണേണ്ടതുണ്ടോ? താങ്കളുടെ നിലപാടെന്താ? ശരത്തെ, ഇതിനകത്ത് ഈ പുതിയ രേഖയിൽ
വളരെ പ്രധാനപ്പെട്ട മൗലികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഈ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യതയാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് അത്തരത്തിലില്ലാതെ ഒരു ഇക്കോണമിക്കും ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ മൂലധന നിക്ഷേപം എന്ന് പറയുമ്പോൾ വെറുതെ കുറേ ഫണ്ട് വരിക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരിക എന്നുള്ളതിൽ അർത്ഥം ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും വിധേന കുറേ പണം വരിക എന്നുള്ളതല്ല. ഈ മൂലധനത്തോടൊപ്പം തന്നെ പല സാധ്യതകളും ഉരുത്തിരിഞ്ഞു വരികയാണ്. ഉദാഹരണത്തിന് ടെക്നോളജി, നൂതന ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ ഈ മൂലധനത്തോടൊപ്പം നിക്ഷേപത്തിനോടൊപ്പം വരുന്ന അനുബന്ധമായ ഘടകമാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വ്യവസായ ലോകത്തെ സംബന്ധിച്ചിടത്തോളം മൂലധന നിക്ഷേപത്തിൻ്റെ ഒരു സന്തത സഹചാരി എന്നുള്ള രീതിയിൽ നിന്ന് കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് മൂലധന നിക്ഷേപം ഉണ്ടാക്കുന്ന തൊഴിൽ സാധ്യതകൾ, ഇപ്പോൾ ഇതിനകത്ത് തന്നെ 20 ലക്ഷം തൊഴിൽ സാധ്യതകളാണ് എൻവിസേജ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അത് ടെക്നോളജിയിലും തൊഴിൽ സാധ്യതയിലും ഉണ്ടാക്കുന്ന മാറ്റമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാകാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ മൂലധന നിക്ഷേപത്തിന് അപ്പുറത്ത് ശരത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച നിരീക്ഷണങ്ങൾ കാണുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ, വളരെ ഒരു കാര്യക്ഷമമായിട്ട് തന്നെ നിരീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സമ്പന്നർക്കും പാവപ്പെട്ടവരെയും ഒരേ രീതിയിൽ കാണേണ്ടതുണ്ടോ? എല്ലാ രീതിയിലും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ തലത്തിലേക്കും പങ്കുവയ്ക്കപ്പെടേണ്ടതുണ്ടോ? അത് വളരെ പ്രസക്തമായൊരു ചിന്തയാണ്. ഞാൻ ഒരു ഉദാഹരണം ശരത്തിൻ്റെ മുമ്പാകെ വയ്ക്കുകയാണ്. ബ്രസീലിൽ G20 ഉച്ചകോടി നടക്കുമ്പോൾ ഓക്സ്ഫാമിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഈ G20 രാജ്യങ്ങൾക്ക് മുമ്പാകെ വെച്ചിരുന്നു. അവരതിൽ പറഞ്ഞ വളരെ സുപ്രധാനമായൊരു കണ്ടെത്തലെന്ന് പറയും. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തലെന്ന് പറയുന്നത്, ലോകത്തെ അതിസമ്പന്നരായ ആളുകൾ, G20 രാജ്യങ്ങളിൽ താമസിക്കുന്ന അതിസമ്പന്നരായ ആളുകൾ കൊടുക്കുന്ന മൊത്തം നികുതി, അത് എല്ലാ തരത്തിലുള്ള നികുതിയിലൂടെയും അവർ കൊടുക്കുന്ന സ്റ്റേറ്റ് എക്സ്ചക്കറിന് കൊടുക്കുന്ന മൊത്തം നികുതി എന്ന് പറയുന്നത് അവരുടെ വരുമാനത്തിൻ്റെ 0.5%. അതേസമയത്ത് താഴെത്തട്ടിൽ വരുന്ന 50%, അതിദരിദ്രരും സാധാരണക്കാരും ഉൾപ്പെടുന്ന ആ രാജ്യങ്ങളിൽ അധിവസിക്കുന്ന സാധാരണ ജനവിഭാഗം കൊടുക്കേണ്ടി വരുന്നത് ശരാശരി 20%. അപ്പോൾ അത് കാണിക്കുന്നത്, അതിൻ്റെ ഉദാഹരണം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരത്തും ഞാനും പാവപ്പെട്ട ഒരു തൊഴിലാളിയൊക്കെ പെട്രോൾ പമ്പിൽ ചെന്ന് വാഹനത്തിൽ പെട്രോൾ അടിക്കുമ്പോൾ കൊടുക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും തീരുവകളും തന്നെയാണ് അംബാനിയും അദാനിയും പെട്രോൾ അടിക്കുമ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ അതിനെ വ്യവച്ഛേദിച്ച് കാണാനുള്ളൊരു നീക്കം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ്. ഇത് ലോകത്ത് പല സാമ്പത്തിക വിദഗ്ധരും പഠന ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ അതിസമ്പന്നരെ ടാക്സ് ചെയ്യൂ. എന്നിട്ട് ഓക്സ്ഫാം റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്, G20 രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളോട് ഓക്സ്ഫാം റിപ്പോർട്ട് പറയുന്നത്, നിങ്ങൾ ഈ 0.5% എന്നുള്ളത് കുറഞ്ഞത് 7% ആക്കി ഉയർത്തണം, അതിസമ്പന്നരുടെ നികുതി വർദ്ധിപ്പിക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്ത നമ്മുടെ സംസ്ഥാനത്ത് ഉരുത്തിരിയുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എല്ലാത്തരം ആനുകൂല്യങ്ങളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതിസമ്പന്നർക്കും ഒക്കെ പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് സമൂഹത്തിൽ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ശരത്ത് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ സാമ്പത്തിക ഉപരോധം എന്ന വാക്ക് പ്രയോഗിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ. വാസ്തവത്തിൽ ഈ സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്ന കാര്യം ഒരു തരത്തിൽ ഉർവശി ശാപം ഉപകാരമായതുപോലെയാണ്. അങ്ങനെ വന്നപ്പോൾ കേന്ദ്രം തരാതിരുന്നാലും നമുക്ക് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കീഴ്പ്പെട്ട് മുമ്പോട്ട് പോവുകയില്ല, ഞങ്ങൾ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി മുമ്പോട്ട് പോകും എന്ന ഒരു വാശി, ഒരു ശക്തമായൊരു തിരിച്ചടിക്കാനുള്ളൊരു വ്യഗ്രത കേരളത്തിനുണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളം നേരിടുന്ന ഒരു സങ്കീർണമായൊരു പ്രതിസന്ധി ശരത്ത് നമുക്ക് സാമ്പത്തിക രംഗത്തുണ്ടായിരിക്കുന്നത്, കേരളത്തിൻ്റെ കേരള മോഡൽ വികസനം കൊണ്ട് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന അതിസങ്കീർണമായിട്ടുള്ളൊരു ബോട്ടിൽ നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക കുപ്പിക്കഴുത്തിൽ നമ്മൾ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ആളുകൾ ഒരു മിഡിൽ ക്ലാസ് ലെവലിലേക്ക്, ഒരു ലോവർ മിഡിൽ ക്ലാസ് ലെവലിലേക്ക് അധികം ആളുകളും വരുമ്പോൾ അവിടെ നിന്നൊരു മൈഗ്രേഷൻ, അടുത്ത ലെവലിലേക്കുള്ളൊരു മൈഗ്രേഷൻ സാധ്യമാകാതെ നമുക്ക് പോവുകയാണ്. അതൊരു ബോട്ടിൽ നെക്കാണ്. അതാണ് നമ്മളും വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഈ ഡെഡ് ലോക്കിനെ മറികടക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്
നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തി നിർത്തിയത്. ആ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അപ്പർ മിഡിൽ ക്ലാസ്സിലല്ല നമ്മുടെ മിഡിൽ ക്ലാസ് എന്ന് ആലോചിക്കണം. ലോവർ മിഡിൽ ക്ലാസ്സിലാണ് നമ്മുടെ മിഡിൽ ക്ലാസ്സിൻ്റെ ഭൂരിപക്ഷവും നിലകൊള്ളുന്നത്. അവർക്കൊരു അടുത്ത ലെവലിലേക്കുള്ളൊരു മൈഗ്രേഷൻ കേരളത്തിൽ അസാധ്യമാകുന്നു. വലിയ വികസനം നമ്മളുണ്ടാക്കി, സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമ്മൾ വലിയ വികസനം ഉണ്ടാക്കി. പക്ഷേ സാമ്പത്തിക രംഗത്ത്, ധനപരമായ രംഗത്ത്, അസറ്റിൻ്റെ കാര്യത്തിൽ, ക്രിയേഷൻ്റെ കാര്യത്തിൽ, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു അനിവാര്യമായ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയാതെ പോയി. അതാണ് പ്രശ്നം. അതിനെ മറികടക്കാനുള്ള, ആ ബോട്ടിൽ നെക്കിനെ മറികടക്കാനുള്ള ഇനീഷ്യേറ്റീവുകളാണ് ഈ രേഖയിലും ഇതിൻ്റെ ചിന്തയിലും ഒക്കെ കാണുന്നത് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ ആകർഷിക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ചരടുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ ചരടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മൂലധന നിക്ഷേപമല്ല, പാവപ്പെട്ടവരുടെയും ദരിദ്രരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാതിരിക്കുന്ന, അതിന് വിരുദ്ധമായി വരുന്ന. ഇപ്പോൾ കേന്ദ്ര സർക്കാർ മൂലധന നിക്ഷേപത്തെ ആകർഷിക്കുന്നു, നമ്മൾ കണ്ടു. അതായത് എല്ലാം അവർക്ക് തുറന്നിട്ടുകൊണ്ട് മൂലധന ശക്തികൾക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നതിനുള്ള സമയം കൂട്ടുക, ശമ്പളം വെട്ടിക്കുറയ്ക്കുക, ആൾ ആത്മഹത്യ ചെയ്താലും കുഴഞ്ഞു വീണ് മരിച്ചാലൊന്നും ഒരു നടപടി ഉണ്ടാകാതിരിക്കുക, അത്തരത്തിലേക്കുള്ള ലേബർ കോഡുകൾ നമ്മുടെ രാജ്യത്ത് വരികയാണ്. അത് നോട്ടിഫൈ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരളം അവിടെ ഒരു കൃത്യമായൊരു ബദൽ മാർഗം, ഞങ്ങൾ മൂലധനത്തെ ആകർഷിക്കും, ടെക്നോളജിയെ സ്വാംശീകരിക്കും, പക്ഷേ അത് സാധാരണ ജനങ്ങളുടെ നിലവാരത്തെ, അവരുടെ ജീവിത നിലവാരത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതി, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷം വരുത്തുന്ന രീതിയിലായിരിക്കില്ല, തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതിരിക്കുന്നതായിരിക്കില്ല എന്ന് വ്യക്തമായി പറയും. ഈ പറഞ്ഞ കൂട്ടിച്ചേർക്കാവുന്ന എനിക്ക് തോന്നുന്നു, ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഈ സ്വകാര്യ സർവകലാശാലകളുടെ വരവ്. ഇപ്പോൾ രാജ്യത്തെ ഏത് സംസ്ഥാനത്തും നിർബാധം അവർക്ക് തുടങ്ങാൻ കഴിയുന്ന കേന്ദ്ര നിയമം നിലനിൽക്കെ ഒരു സംസ്ഥാനം, അതും കേരളമാണ്, രാജ്യത്താകെ ആദ്യമായി മാതൃകാപരമായി അതിൽ തന്നെ 40% റിസർവേഷൻ സഹിതം മലയാളിക്ക് അല്ലെങ്കിൽ കേരളീയന് പഠിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉറപ്പാക്കണം. അതിലൂടെ തന്നെ മറ്റൊന്നുകൂടി കാണുന്നത്, നമ്മുടെ പൊതു ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെ കോമ്പറ്റീറ്റീവായി ഈ സ്വകാര്യ മേഖലയുമായി മത്സരിക്കാൻ കഴിയണം. മുമ്പ് പറഞ്ഞ പോലെ, ജോർജ് ജോസഫ് പറഞ്ഞ പോലെ, വെല്ലുവിളികൾ വരുമ്പോഴാണ് അല്ലെങ്കിൽ വലിയ തടസ്സങ്ങൾ വരുമ്പോഴാണ് അതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്നത്. ആ സാമ്പത്തിക ഉപരോധം ഗുണപരമായി മാറി എന്ന് പറഞ്ഞതുപോലെ തന്നെ ശ്രീ പൊടിപ്പാറ, ഇപ്പോൾ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു എന്ന ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ കേരളം അതിനു മുമ്പിൽ നിസ്സംഗമായി നിൽക്കുകയല്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ എങ്ങനെ മാറ്റം വരണം? 4UG കോഴ്സുകൾ, 4 വർഷ ബിരുദ കോഴ്സുകൾ വരുന്നു, മാറ്റങ്ങൾ വരുന്നു. കോഴ്സുകൾ അക്കാഡമിഷ്യൻസിൻ്റെ സഹായത്തോടെ നമ്മൾക്ക് സ്ട്രക്ചർ ചെയ്യാവുന്ന നില വിദ്യാർത്ഥികൾക്ക് വരുന്നു. അതിൻ്റെ തുടക്കഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അന്താരാഷ്ട്ര ക്രെഡിറ്റ് ഏജൻസീസ് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുന്നു. കാരണം രാജ്യത്തെ തന്നെ വ്യവസായ സൗഹൃദത്തിലെ ഏറ്റവും വലിയ അന്തരീക്ഷം നമുക്കുണ്ട്. നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ കുതിക്കുന്നു. ഗ്ലോബൽ എക്കോസിസ്റ്റത്തിൻ്റെ റിപ്പോർട്ടൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തൊഴിൽ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തി അതിലൂടെ റിവേഴ്സ് മൈഗ്രേഷനിൽ ക്വാളിറ്റി എംപ്ലോയ്മെൻറ്റ് ഇവിടെ കൊടുക്കാൻ കഴിയുന്നതിനെക്കുറിച്ചൊരു നാട് ആലോചിക്കുകയല്ലേ? രണ്ടാമത്തെ ഭാഗം എന്താണ്? രണ്ടാമത്തെ ഭാഗം ഇത് ചെയ്യുമ്പോഴും മൂലധനം വരുമ്പോഴും സ്വാഭാവികമായി അന്തരീക്ഷത്തിൽ മൂലധന നിക്ഷേപം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ഇൻവെസ്റ്റ് കേരളയിൽ 1,52,000 അന്നത്തെ കണക്കാണ്, അത് വീണ്ടും കൂടി നിക്ഷേപ സാധ്യതകൾ വന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ക്ലാരിറ്റി പിക്ചർ തരുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മൂലധന നിക്ഷേപങ്ങൾ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് ഉതകും വിധമേ ആകൂ. അതിലെ ഒരു സർക്കാർ ഉറപ്പ് നൽകേണ്ടത് അത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സർക്കാർ സേവനങ്ങളുടെ കാര്യത്തിലെ സേവനങ്ങളെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ആ നിലയിൽ ടാക്സ് ഏർപ്പെടുത്തുന്ന രീതി, ഇത്തരം ചില കാര്യങ്ങൾ പ്രസക്തമായ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആലോചനകളാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ പൊടിപ്പാറ? തീർച്ചയായും. ഇപ്പൊ ജോർജ് ജോസഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ ചരടുകളില്ലാത്ത നിക്ഷേപവും, അരുൺ ചൂണ്ടിക്കാണിച്ച എല്ലാ ഇതിലും 1-ാം സ്ഥാനം, കേരളം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, അതായത് സമ്പന്നർക്ക് ഈ കൂടുതൽ അതിസമ്പന്നരാക്കുന്നതല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എത്ര മനോഹരമായ കാര്യങ്ങൾ. പക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് അല്പമെങ്കിലും അറിയുന്നവർക്ക് അറിയാം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമല്ല. കാരണം കേരളം മാത്രമല്ല ഇന്ത്യയിലെ സംസ്ഥാനം, ഇന്ത്യ മാത്രമല്ല ലോകത്തിലുള്ള രാജ്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഷെയർ മാർക്കറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാവുന്ന കാഴ്ച എന്താ? അവിടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രശ്നങ്ങളോ അല്ല ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ കമ്പനികളുടെ പ്രവർത്തനം മോശമാകുന്നതോ നന്നാവുന്നതോ ഒന്നും അല്ല മാർക്കറ്റിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നത്. ട്രംപ് അവിടെ ഏതെങ്കിലും രീതിയിൽ കയറ്റിറക്കുമതിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മാറ്റം വരുത്തുമ്പോഴേക്കും ഇന്ത്യൻ സമ്പദ്ഘടന ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതായത് ഷെയർ മാർക്കറ്റിൽ 8 ലക്ഷം കോടിയും 10 ലക്ഷം കോടിയും ഒറ്റ ദിവസം നഷ്ടപ്പെടുന്ന കാഴ്ച.
ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ ചരടുകളില്ലാത്തൊരു സാധനം എന്നൊക്കെ പറയുന്ന മൂലധനം അങ്ങനെ ചരടുകളില്ലാതെ കിട്ടുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തമിഴ്നാട് അതിനേക്കാൾ മെച്ചപ്പെട്ട ഓഫർ കൊടുക്കുമെങ്കിൽ ആ മൂലധനം അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ആന്ധ്ര അതിൽ നല്ല മെച്ചപ്പെട്ട അന്തരീക്ഷം, കുറഞ്ഞ ഭൂമി വില മറ്റു തുടങ്ങിയ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് IMF ലോകബാങ്കോ അല്ലെങ്കിൽ ADB ഇത്തരം വായ്പകൾ അവരെല്ലാം അംഗീകരിക്കുന്ന വ്യവസ്ഥകളോ ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. കേരളത്തിന്റെ സവിശേഷമായ ഒരു സാഹചര്യം വെച്ച് ഇവിടെ ഈ പറഞ്ഞ ഒരു ഉപാധികളും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് മൂലധനം കിട്ടും. കേരളവും മെയിൻ സ്ട്രീമിനൊപ്പം സഞ്ചരിക്കേണ്ടി വരും. അതാണ് സാമ്പത്തിക യാഥാർത്ഥ്യം. അതിനിടയ്ക്ക് നമുക്ക് ആകാവുന്നോളം പിടിച്ചു നോക്കാന്നൊക്കെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തുള്ള അത്ഭുതമൊന്നും മൂലധനത്തിന്റെ കാര്യത്തിൽ എവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. കിഫ്ബിക്ക് ഫണ്ട് ശേഖരിക്കാൻ ലണ്ടനിൽ പോയിട്ട് എത്ര ശതമാനത്തിനാണ് നമ്മൾ വായ്പ എടുത്തിട്ട് വന്നത്? അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യയിൽ വായ്പ കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ വായ്പ എടുത്ത് എത്ര ശതമാനം നിരക്കിലാണ്? ഡോളർ നിരക്കിലായിരുന്നു. അല്ലല്ലോ, ഇന്ത്യൻ കറൻസി റേറ്റിൽ 8%-ല്ലേ ഇവിടെ ഭവന വായ്പ കിട്ടൂ? അല്ല, വാഹന വായ്പ കിട്ടൂ? ന്യായീകരിക്കാം. അതൊക്കെ കേരളം അംഗീകരിച്ച അക്കാര്യത്തിലൊന്നും നമ്മൾ തർക്കിക്കണ്ട. ഞാൻ ആ ഒരു തർക്കത്തിലേക്ക് ഇല്ല. അല്ല, ഞാൻ ഫാക്സ് ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഫാക്സ് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തർക്കിക്കണം. താങ്കൾ തർക്കിക്കുക തന്നെ വേണം. കാര്യങ്ങളിലെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളും സത്യസന്ധതയും ഉൾക്കൊള്ളാം. അല്ല, ആ സത്യസന്ധ അല്ല, നമ്മളെല്ലാം ഞാൻ അതിലൊരു ഇൻഫോർമേറ്റീവായ സാധനം പറയാം. നമ്മളെല്ലാവരും നടത്തുന്ന മാധ്യമപ്രവർത്തനമാണല്ലോ. കേരളത്തിൽ കിഫ്ബി ഓരോ ഘട്ടത്തിലും കേരളത്തിൽ കിഫ്ബി പുതിയ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോയപ്പോൾ സ്റ്റേറ്റ് ഗ്യാരണ്ടി വന്ന ഘട്ടത്തിൽ നമ്മുടെ ബാങ്കുകൾ വളരെ താല്പര്യത്തോടെ മുന്നോട്ട് വന്നു. ആ താല്പര്യത്തിൽ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രോജക്റ്റിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഇത് മികവാർന്ന നിലയിൽ മുന്നോട്ട് പോയതോടെ സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. അതോടുകൂടി നമ്മുടെ ബാങ്കുകൾ മുൻപ് നൽകിയ ഉറപ്പുകൾക്കനുസരിച്ച് നമ്മൾ ജനങ്ങളോട് പ്രഖ്യാപിച്ച, നമ്മൾ എന്ന് പറയുമ്പോൾ സർക്കാർ എന്ന നിലയിൽ കണ്ട, കേരളം എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്, പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് പണം മുടക്കാൻ ആദ്യത്തെ ഉറപ്പിനനുസരിച്ച് ബാങ്കുകൾ തയ്യാറാകാതെ വന്നു. പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു. 75,000 കോടി, 80,000 കോടി, 60,000 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കാൻ പോകുന്നു. പാലം വരുന്നു, ആശുപത്രി വരുന്നു, റോഡ് വരുന്നു, സ്കൂൾ വരുന്നു. ജനങ്ങളത് പ്രതീക്ഷിച്ച് നിൽക്കുക. ബാങ്കുകൾ വിഡ്രോ ചെയ്തു. പണം എവിടെ? അവിടെയാണ് ഒരു ബദൽ എന്ന നിലയിൽ നമ്മൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയത്. ഇന്ത്യൻ കറൻസി റേറ്റിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും പോയി വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പണത്തിൻ്റെ സോഴ്സിനെ നമ്മുടെ സ്റ്റേറ്റ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അവർ നിഷ്കർഷിച്ച വർഷത്തിനുള്ളിൽ അതുപോലെ തിരിച്ചു കൊടുത്തു. ഡോളർ ടേംസിലല്ല പലിശ, ഇന്ത്യൻ കറൻസി റേറ്റിലാണ്. അങ്ങനെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയതാണ്. ഞാനൊരു ഫാക്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്താം. പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. താങ്കൾ പറഞ്ഞു. വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള എന്താണിത്? ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ നടന്നൊരു കാര്യമാണ്. ഫാക്ടുകളാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ അതിനൊന്നും തർക്കിക്കാനില്ല. കാരണം ഞാൻ ഇതെല്ലാം ആധികാരികമായിട്ട് പറയാൻ പോകുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനല്ല. എന്റെ സബ്ജക്റ്റും അതല്ല. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ സാമാന്യ അറിവ് വെച്ചുകൊണ്ട് ഈ മൂലധനത്തിന്റെ കാര്യത്തിൽ മൂലധന നിക്ഷേപം ഒന്നാമത്തെ പ്രശ്നം ഈ മാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം കൂടിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മൂലധനത്തെ ഉപാധികളില്ലാതെ വ്യവസ്ഥകളില്ലാതെ സ്വാഗതം ചെയ്യുന്നത് തന്നെ ഇതുവരെ തുടർന്നു വന്ന മുൻഗണനകളിൽ നിന്നുള്ള പ്രയോറിറ്റികളിൽ നിന്നുള്ള വലിയ വ്യത്യാസമാണ്. ഏതൊക്കെയാണോ നമ്മൾ ഇതുവരെ മുന്നോട്ട് വെച്ചത്, എന്തിനെയൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നയങ്ങളും എന്ന പേരിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ചത്, അതിനെയൊക്കെ മറന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏതിന്റെയൊക്കെ പേരിലാണോ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് അതെ, അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അടിസ്ഥാന വർഗത്തിന് പകരം മധ്യവർഗത്തിലേക്ക് ഊന്നൽ പോകുന്നു. വികസനം എന്ന് പറയുന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലാതെ സാമൂഹ്യ നീതിയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു വെച്ച ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വികസനമാണ് സർവ്വം, വികസനം മാത്രമാണ് ഏക വഴി, അതല്ലാതെ മറുപടി പറയണം. 2-3 കാര്യം അതായത് ശ്രീ പൊടിപ്പാറ ആദ്യത്തേതിനേക്കാൾ വിമർശനം കടുപ്പിച്ചു, ആദ്യത്തേതിനേക്കാൾ ശക്തമായി വിമർശനം കടുപ്പിച്ചു. ഈ വിമർശനത്തെയും കേരളത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരും, യാതൊരു സംശയവുമില്ലല്ലോ. ഇപ്പോൾ തന്നെ നടക്കുന്ന ചർച്ചകളുടെ ചില സാമ്പിളുകൾ ഞാനൊന്ന് പറയാം അരുണിൻ്റെ ശ്രദ്ധയിലേക്ക്. ഇപ്പോൾ സെസ്സിൻ്റെയൊക്കെ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ സെസ് അല്ലെങ്കിൽ സർചാർജും സെസ്സും ഒന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഷെയർ ചെയ്യുന്നില്ല. നമ്മൾ ഈ താരിഫൊക്കെ വെക്കുന്നു, സർക്കാർ സേവനങ്ങൾ പണമുള്ളവന് പണമില്ലാത്തവന് ഈ തരത്തിലൊക്കെ വെക്കുമ്പോൾ അത് അമിതഭാരമാകുമെന്നൊരു ജനറലൈസേഷൻ ഇപ്പോൾ തന്നെ ചർച്ചകളിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നയരേഖയിൽ തന്നെ ഒരു വ്യതിയാനമോ ഇപ്പോൾ പൊടിപ്പാറ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണോ കേരളത്തിൽ CPIM എന്ന നിലയിലെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അരുൺ, മറുപടി. അല്ല, അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ആരും മറുപടി പറയുന്നതായിരിക്കും നല്ലത്. ഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായിട്ട് ഞാൻ പറയട്ടെ അരുൺ ഒരു നിമിഷം, അരുണിന് അത് സൗകര്യമാവും തോന്നുന്നു. അരുൺ അത് സൗകര്യമാവും. അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം പ്ലീസ് അരുൺ ഒരു സെക്കൻഡ്.
ഫീസ് കൂടുതൽ ചുമത്തുക, സമ്പന്നർക്ക് കൂടുതൽ ഭാരം കൊടുക്കുക. കേൾക്കുമ്പോൾ വളരെ നീതിയാണ്, അതാ ന്യായമായിട്ട് തോന്നും. നമ്മളിപ്പോ ഈ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന എന്താ? ബ്രോഡസ്റ്റ് ഷോൾഡേഴ്സ് ഷുഡ് ബെയർ ദ ഹെവിയസ്റ്റ് ബർഡൻ എന്നുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമങ്ങളിലൊന്നാണ്. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷ നികുതി, ഇൻകം ടാക്സ് പോലുള്ള ആ കാര്യങ്ങളിൽ, വെൽത്ത് ടാക്സ് പോലുള്ള സമ്പന്നർക്ക് മേൽ അത്തരം നികുതികൾ അവരുടെ വരുമാനം കേന്ദ്രത്തിന്റെ അധികാരത്തിൽ വരുന്നതല്ലേ? പലപ്പോഴും ഇത് അത്രമേൽ പ്രായോഗികമല്ല. ശരി, ബുദ്ധിമുട്ടുണ്ട്. അരുണിന് കാര്യമായി മറുപടി പറയേണ്ടതായിട്ടുണ്ട്, വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. പറഞ്ഞോളൂ. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായിട്ട് CPM മാറുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും എല്ലാം ന്യൂനപക്ഷത്തിന്റെ പാർട്ടിയായി എന്നല്ലേ അർത്ഥം? ഭൂരിപക്ഷത്തിന്റെ ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗവൺമെന്റ് ഇനി വരില്ല. കാരണം ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണ് കാര്യം. അപ്പോൾ ഇതൊക്കെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുക, ശരിയായ വസ്തുത മനസ്സിലാക്കിയിട്ട് അത് കണ്ടില്ലെന്ന് നടിക്കുക, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ 2 ദിവസമായി ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം നടത്തുന്ന പ്രചരണം. ഇവിടെ പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ആരംഭിക്കുന്നതിനേ മുമ്പേ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെയാണല്ലോ ചർച്ച ആരംഭിച്ചത്. ഇന്നലെ ഉദ്ഘാടനവും റിപ്പോർട്ട് അവതരണവും മറ്റു കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്നലെ മുതൽ ഇന്ന രൂപത്തിൽ ചർച്ച എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇവിടെ നിന്നുമെല്ലാം കേൾക്കുന്ന കാര്യങ്ങൾ വച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അത്തരത്തിലുള്ള ചർച്ചയെ ഏറ്റുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ വിഷമം നമുക്ക് മനസ്സിലാവും. കാരണം ഭൂരിപക്ഷത്തിൻ്റെ ഒരു പാർട്ടിയായിട്ടും ഭൂരിപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റായിട്ടും ഈ ഗവൺമെൻറ് മാറാൻ പാകത്തിന് നടത്തുന്ന ശ്രമം. അപ്പോൾ ഈ ജോർജ് പടിപ്പാറ പറഞ്ഞല്ലോ, കേൾക്കാൻ നല്ല രസമുണ്ട്. കേൾക്കാൻ രസമുള്ള പാട്ടല്ലേ നമ്മൾ കേൾക്കുക? കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമുള്ള സിനിമയല്ലേ നമ്മൾ കാണുക? ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർ വരെ ആദ്യം എടുക്കുന്ന ഒരു സമീപനം, ഇത് കൊള്ളാലോ, ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ, ഒന്ന് കണ്ടു നോക്കട്ടെ, അപ്പോൾ ഇത് കൊള്ളാലോ, ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണല്ലോ, ഈ പക്ഷത്തോടൊപ്പം ഞാൻ ചേരുന്നതിൽ എന്താണ് തെറ്റ്, ഞാനും അതുകൂടി ചേർന്നുകൂടെ എന്ന രൂപത്തിലേക്ക് പടിപടിയായിട്ട് വരാൻ തോന്നാൻ പാകത്തിന് കഴിഞ്ഞ 3 വർഷം ഈ സമ്മേളന കാലയളവിൽ നാം നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്നുള്ള രേഖയിൽ തന്നെ കഴിഞ്ഞ 3 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 28ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായ സൗഹൃദ കേരളം അത് 15ാം സ്ഥാനത്തേക്കും 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമാണോ? ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള നേട്ടം മറ്റെല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയുമോ? ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ തമിഴ്നാടും തെലങ്കാനയും ആന്ധ്രയും എല്ലാം വല വീശും, അങ്ങനെ നിക്ഷേപങ്ങൾ അങ്ങോട്ട് പോകും എന്നതൊക്കെയാണ് ശ്രീ ജോർജ് പടിപ്പാര പറയുന്നത്. ശ്രീ ചന്ദ്രബാബു നായിഡു തന്നെയാണ് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയോട് പറഞ്ഞത്, ഞങ്ങൾ കുറേ വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച 1ാം സ്ഥാനം നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഒരു സാഹചര്യം വരെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടിൽ ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ട്. ഇപ്പോൾ 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ ഘട്ടത്തിലുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. സോവിയറ്റ് യൂണിയൻ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നപ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോഴത്തെ ലോക സാഹചര്യം. ഇപ്പോൾ ആഗോളവൽക്കരണ നയങ്ങളുടെ ഏറ്റവും ആസുരമായിട്ടുള്ള അധിനിവേശം നടക്കുന്ന ഘട്ടത്തിൽ ഉള്ള ഒരു സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം തന്നെ പലതരത്തിൽ വ്യാപാര ചുങ്കം അടക്കം അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമീപനം നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കാലാനുസൃതമായി നമ്മുടെ നിയമങ്ങളെ പരിഷ്കരിക്കുക, അതുപോലെ തന്നെ പല നൂലാമാലകളും മാറ്റുക, ഏറ്റവും അന്തരീക്ഷം ഉണ്ടാക്കുക, അതുപോലെ പശ്ചാത്തല സൗകര്യങ്ങളിൽ വികസനം ഉണ്ടാക്കുക, ഇതൊന്നും പാടില്ല, ഇതൊക്കെ പഴയ രൂപത്തിൽ തന്നെ പോകണം എന്ന് നിഷ്കർഷിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നടപ്പിലായത്, അതായത് റിപ്പബ്ലിക്കായി മാറിയത്. ഈ ഭരണഘടനയിൽ ഒരു മാറ്റവും പറ്റില്ല, ആ ഭരണഘടന അങ്ങനെ തന്നെ നിൽക്കണം എന്നതാണോ നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്? 108 തവണ ഇന്ത്യയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാതലായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി പരിപാടി, ആ പരിപാടിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യം ഞങ്ങൾ പാർട്ടി പരിപാടിയാണ് ലക്ഷ്യം. ആ പരിപാടിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് സംഘടന. ആ സംഘടന ഓരോ 3 വർഷം കൂടുമ്പോഴും ഏറ്റവും താഴെ ഘടകം മുതൽ ഏറ്റവും അഖിലേന്ത്യാ ഘടകം വരെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു 5-8 മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിൻ്റെ ഭാഗമായി ചെത്തി മിനുക്കിയെടുക്കുകയാണ്. എന്തിന്? പരിപാടിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയെ കൂടുതൽ കാലോചിതമാക്കുന്നു, അടുക്കും ചിട്ടയായുമാകുന്നു, ഏതെങ്കിലും കുറവുകളുണ്ടോ അത് പരിഹരിക്കുന്നു, നേട്ടങ്ങൾ ആവർത്തിക്കാൻ പാകത്തിലുള്ള തീരുമാനമെടുക്കുന്നു, ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നു, നേതൃത്വത്തിൽ മാറ്റം വരുന്നു. അത്തരത്തിൽ എല്ലാ തരത്തിലും ചലനമറ്റ ഏറ്റവും എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ യന്ത്രം ചലിക്കുകയാണ്. അതാണ് സംഘടന.
അപ്പം അത്തരത്തിൽ പരിപാടിയുടെ പ്രയോഗവൽക്കരണത്തിലേക്കുള്ള ലക്ഷ്യത്തേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, ആ മാർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങളിങ്ങനെ മാറാൻ പറ്റില്ല, നിങ്ങളിങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇത്തരത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ 57-ൽ 67-ൽ 80-ൽ 87-ൽ 96-ൽ അതുപോലെ 2006-ൽ അന്നൊന്നും ഭരണ തുടർച്ചയുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് 2016-ൽ വന്ന ഗവൺമെന്റിനാണ് 9 വർഷമായിട്ട് ഭരണത്തിൽ തുടർച്ചയുള്ളത്. ആ തുടർച്ചയുള്ളത് കൊണ്ട് മറ്റാരുടെയും അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ തന്നെ ഈ കേരളത്തിന്റെ വികസന അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. കേരളത്തിന്റെ മാത്രമല്ല, ഈ വികസന അജണ്ടയെ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കിയാണ്. ഈ മോഡലിനെ മറ്റു സംസ്ഥാനങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. പലരും ചോദിക്കുകയാണ് ഈ കേരളത്തിന്റെ മോഡൽ എന്തുകൊണ്ട് ആയിക്കൂടാ? അത്തരത്തിൽ കേരളത്തിന്റെ മോഡൽ ഇന്ത്യയുടെ മോഡലായി മാറുകയാണ്. അരുൺ, ഇതുവരെയുള്ള കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം സപ്പോർട്ടീവായിട്ടുള്ള കുറച്ചൊക്കെ മാർക്ക് തരാൻ അതിപ്പോൾ ശ്രീ പൊടിപ്പാറയും തയ്യാറാണെന്ന് ഞാനങ്ങ് അദ്ദേഹത്തിന് വേണ്ടി പറയണം, അദ്ദേഹം യോജിച്ചാലും ഇല്ലെങ്കിൽ. പക്ഷേ നിങ്ങളിനി അടുത്ത ഘട്ടത്തിലേക്ക് ഈ മൂലധനത്തേക്ക് ഇങ്ങനെ ആകർഷിക്കുമ്പോൾ അത് ചരടില്ലാത്തതാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഴിയുന്ന കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിലേക്ക് കൂടി ഒന്ന് അരുണൊന്ന് സഞ്ചരിച്ചാൽ കൊള്ളാം. കേരളത്തിന് മാത്രമായിട്ട് വ്യവസ്ഥ, അതായത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ അംഗീകരിച്ചു PPP മോഡൽ. അല്ല, ഞാൻ പറയാം അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. PPP മോഡൽ നമ്മുടെ നാട്ടിൽ പ്രയോജനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആശയം മുന്നോട്ട് വയ്ക്കുമ്പോഴും സ്വാശ്രയ കോളേജ് വരുമ്പോഴും സാധാരണക്കാരായ കുട്ടികളുടെ പഠനാവകാശം സംരക്ഷിക്കണം. പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി പോലും പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇപ്പോഴും വിദേശ സർവകലാശാല വരുമ്പോഴോ 40% ഇവിടുത്തെ കുട്ടികൾക്കുള്ള സംവരണവും അവരുടെ പഠനാവകാശവും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും വിദേശ സർവകലാശാല എന്ന ആശയം അന്നുണ്ടായിരുന്നില്ല. അന്ന് സ്വാശ്രയം നമ്മൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടല്ലേ 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു സർക്കാർ കോളേജ് എന്ന ആശയം വന്നത്. അപ്പോൾ അന്ന് അത് ഉയർത്തിപ്പിടിച്ച ആശയത്തിന്റെ ഗുണഫലം ഏറ്റവും ജനങ്ങൾ ശരിക്കും അനുഭവിച്ചവരാണ്. ഇന്നും നമ്മൾ പറയുന്നു, ഇപ്പോൾ ഈ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു സംരംഭം നടക്കുമ്പോൾ 1,56,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഇവിടെ നടത്താൻ തയ്യാറായിട്ട് ആളുകൾ വരുന്നത് ഇവിടെ അതിനു പറ്റിയ സാമൂഹ്യ അന്തരീക്ഷം, സാമ്പത്തിക അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുകയല്ലേ. ഇവിടെ ശ്രീ ശശി തരൂർ തന്നെ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞത് മറ്റാരും പറഞ്ഞിട്ടല്ല, 45 ലക്ഷത്തോളം കമ്പനികൾ നടത്തിയ പഠനത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ആ പറയുന്നതിനെ കോൺഗ്രസ്സുകാർ എത്ര നിഷേധിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഏതായാലും ഇവിടെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പശ്ചാത്തല സൗകര്യ രംഗത്തുണ്ടാകുന്ന വികസനം, ആ വികസനം ജനങ്ങൾ കണ്ട് ബോധ്യപ്പെടുകയാണ്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല, BJP-ക്കാർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതൊന്നും ഇപ്പോൾ കേരളത്തിൽ വരാൻ പാടില്ല എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ജനം മുഴുവൻ ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് യോജിച്ചു വരുന്ന ഒരു സാഹചര്യം, അതിന്റെ ഗുണം പാർട്ടി സംവിധാനത്തിലും വരുന്നു. പുതിയ കേഡർമാർ വരുന്നു, ചെറുപ്പക്കാർ വരുന്നു, സ്ത്രീകളുടെ എണ്ണം മെമ്പർഷിപ്പ് കൂടുന്നു. അതുപോലെ ചെറുപ്പക്കാർ വ്യത്യസ്ത മേഖലകളിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള അഭ്യസ്തവിദ്യർ പാർട്ടിയുടെ ഭാഗമായിട്ട് അണിനിരക്കുന്നു. ഇതെല്ലാം ഏറ്റവും നല്ല ലക്ഷണമാണ്. ഞങ്ങളുടെ പരിപാടിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയെ കൂടുതൽ അടുക്കും ചിട്ടയാക്കി ഞങ്ങൾ 2 ദിവസത്തെ സമ്മേളനം കഴിഞ്ഞ് പിരിയുമ്പോൾ ഏറ്റവും മികച്ച സംഘടനയായിട്ട് ഞങ്ങൾ മാറും. മറ്റു പ്രസ്ഥാനങ്ങൾക്കൊന്നും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത തരത്തിൽ ഏറ്റവും അച്ചടക്കമുള്ള അടുക്കും ചുറ്റിയുള്ള സംഘടനയായിട്ട് ഈ സംഘടന മാറും. ശരി, ഇവിടെ ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കുറച്ച് വാക്യങ്ങൾ ഞാനൊന്ന് സെൻറ്റൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അതായത് UDF അനുഭാവി എന്ന് സ്വയം പരിചയപ്പെടുത്തി കണ്ണൂർ വാരംകടവിലെ അസ്ലം ഫേസ്ബുക്കിലിട്ട കമൻറ്റ് ഇവിടെ പങ്കുവയ്ക്കുന്നു. മാലിന്യമുക്ത നവകേരള പ്രവർത്തനങ്ങളുടെ പുരോഗതിയെ അഭിനന്ദിച്ചുകൊണ്ടും ചില കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഉള്ളതാണ് അസ്ലമിൻ്റെ കമൻറ്റ്. ഇക്കാര്യത്തിൽ അസ്ലം എടുത്ത മുൻകൈക്ക് അഭിനന്ദനങ്ങൾ. അസ്ലം ചൂണ്ടിക്കാണിച്ച കുറവുകളും പോരായ്മകളും പരിഹരിക്കാൻ ഗൗരവത്തോടെ ശ്രമം തുടരുമെന്ന് ഉറപ്പു നൽകുന്നു. ഇതുപോലുള്ള പ്രസക്തവും വസ്തുനിഷ്ഠവുമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിങ്ങൾക്കും പങ്കുവെക്കാം എന്ന് പറഞ്ഞിട്ട് അസ്ലമിൻ്റെ കമൻറ്റ് പൂർണ്ണ രൂപത്തിൽ ഞാൻ വിശദമായൊന്നും വായിക്കുന്നില്ല. കേരളത്തിലെ 80% ഗ്രാമപ്രദേശങ്ങളും 70% നഗരപ്രദേശങ്ങളും മാലിന്യമുക്തമായാണ് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസമായി ഇദ്ദേഹം കേരളത്തിലെ 14 ജില്ലകളിൽ കൂടി യാത്ര ചെയ്ത അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. 90% ആളുകളും മാലിന്യമുക്ത നവകേരളവുമായി പോസിറ്റീവായാണ് പ്രതികരിക്കുന്നത്. ബാക്കി വരുന്ന 10% ആളുകൾ മാലിന്യം വലിച്ചെറിയുക എന്ന പ്രവണത ഉള്ളവരാണ്, അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ സാധാരണക്കാർക്ക് പോലും കണ്ടാൽ യുക്തിസഹമാണെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ നിർദ്ദേശങ്ങളടക്കം പരിഗണിക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്കും ഇത്തരം നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം എന്ന് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അത് മന്ത്രി MB രാജേഷിൻ്റേതാണ്, തദ്ദേശഭരണ മന്ത്രിയുടേതാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ പാർട്ടിയാകാൻ വേണ്ടിയുള്ള പരിശ്രമം എന്നൊക്കെ അരുൺകുമാർ പറഞ്ഞത് അത്ര നിസ്സാരമായ കാര്യമല്ല ശ്രീ പൊടിപ്പാറ.
ഞാൻ ഇത് ഒരു UDF അനുഭാവി എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മാലിന്യമുക്ത നവകേരളത്തിന് എല്ലാവിധ സപ്പോർട്ടും ഒരു UDF അനുഭാവി എന്ന നിലയിൽ അസ്ലം വാരംകടവ് കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ പാർട്ടിയാകാൻ വേണ്ടി ഒരു നാടിനെ കൂടുതൽ മെച്ചമാക്കുക എന്ന് പറയുന്ന വലിയൊരു പരിശ്രമത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പോയാൽ, അല്ലെങ്കിൽ ആ മുന്നണി പോയാൽ, അത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ കാണേണ്ടതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്ന വളരെ സവിശേഷമായൊരു കാര്യം. ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് വരുമ്പോൾ, ശ്രീ ജോർജ് ജോസഫ്, ഇതിൽ മൂലധന നിക്ഷേപം, ഇതിൽ ചരടുകളില്ലാത്തത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും അങ്ങനെ മൂലധന നിക്ഷേപമുണ്ടോ, സാമ്പത്തിക ശാസ്ത്രം അറിയുന്ന ആർക്കെങ്കിലും അത് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യവും ഈ നാട്ടിൽ പ്രസക്തമായ കാര്യം തന്നെയാണ്. അത്തരം ചോദ്യങ്ങളെയും വിമർശനങ്ങളെയും അത്തരം പ്രചാരണങ്ങളെയും CPM നിശ്ചയമായും നേരിടേണ്ടതായി വരും, മറികടക്കേണ്ടതായി വരും. അത്തരം ഒരുപാട് ആക്ഷേപങ്ങളെ നേരിട്ടത് തന്നെ പല നടപടികൾ കൊണ്ടുകൂടിയാവാം. പക്ഷേ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സേവനങ്ങൾ, സർക്കാർ സേവനങ്ങൾക്ക് വരുമാനമനുസരിച്ചുള്ള ചാർജ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് അമിതഭാരമാണോ എന്ന് ചോദ്യവുമായി മാധ്യമങ്ങൾ അതിലേക്ക് എത്തുന്നത് എന്താണത്? വസ്തുനിഷ്ഠമാണോ, വസ്തുതാപരമാണോ, അതിനെ കാര്യം മനസ്സിലാക്കിയാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ അങ്ങനെ ചോദിക്കുന്ന ഒരു നാടാണ് കേരളം എന്നുള്ളത് കൂടി ഇതിനകത്തില്ലേ? അവിടെയാണ് ഇന്ന് ഗൗതം മാഷ് പറഞ്ഞത് മാധ്യമങ്ങൾ വളരെ നെഗറ്റീവായി, ചില മാധ്യമങ്ങളെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ പെരുമാറുന്നു എന്ന് പറഞ്ഞത് ആ നെഗറ്റീവ് സമീപനം ഇനിയും കൂടാൻ ഉപകാരപ്പെടുന്ന, അവർക്ക് ആ നിലയിൽ പോകാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൂലധനത്തെക്കുറിച്ചൊക്കെയുള്ള ഇത്തരം ചിന്താഗതികൾ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ CPM ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചാലും അത് ഏറെ ചർച്ച ചെയ്യുകയും ഏറെ വിവാദമാവുകയും ആ രീതിയിൽ പോകേണ്ടവർക്ക് കൊണ്ടുപോകാനും കഴിയുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, CPMൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധ ഈ നവകേരളത്തിൻ്റെ നയരേഖ, വികസന രേഖയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പരമാവധി തൊഴിൽ ഉറപ്പാക്കാൻ കഴിയുന്ന, മെച്ചപ്പെട്ട തൊഴിൽ നൽകാൻ കഴിയുന്ന, വിജ്ഞാനാധിഷ്ഠിതമായ ഒരു തൊഴിൽ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് 10 ലക്ഷം ഇപ്പോൾ തന്നെ തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു. ഒരു വർഷത്തെ പരിശ്രമത്തിലൂടെ അത് 20 ലക്ഷം തൊഴിലാക്കാം. എനിക്ക് തോന്നുന്നു അടുത്തൊരു വർഷം കഴിയുമ്പോൾ LDFൻ്റെ, CPM നയിക്കുന്ന LDFൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് അതിലേക്കാകാം. അത് വളരെ പ്രധാനപ്പെട്ട നിലയിൽ കേരളം ചർച്ച ചെയ്യപ്പെട്ടേക്കാം എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്. ശരത്തെ, ഇവിടെ ശ്രീ ജോർജ് പൊടിപ്പാറ ചൂണ്ടിക്കാണിച്ച കാര്യത്തിലേക്ക് വരുമ്പോൾ, ഈ യാഥാർത്ഥ്യങ്ങളെ, ലോക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നതിൽ ഒരു അത്ഭുതം തന്നെ എനിക്ക് തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും മൂലധന നിക്ഷേപം നടക്കുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന മൂലധന നിക്ഷേപവും ചൈനയിൽ നടക്കുന്ന മൂലധന നിക്ഷേപവും ഒരുപോലെയാണോ? അല്ലല്ലോ. കാരണം ചൈന മൂലധനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ചൈനയിൽ അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെ നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് അനുകൂലമാവുന്ന വിധത്തിൽ അവരുടെ സംവിധാനത്തിനും അവരുടെ പ്രത്യയശാസ്ത്രത്തിനും അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിനും അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അവിടെ മൂലധന നിക്ഷേപം സാധ്യമാകൂ. ശരി, ഒരു സംസ്ഥാനത്തിന് അത് സാധ്യമാകുമോ എന്നൊരു ചോദ്യം ബാക്കിയല്ലേ എപ്പോഴും? ആകാമെന്ന് പറയുന്ന ഒരു അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാനത് ചൂണ്ടിക്കാണിച്ചത് ശരത്തെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ആഗോള സാഹചര്യങ്ങൾ ഇങ്ങനെയുണ്ട്. അതായത് ചരടുകളില്ലാത്ത മൂലധനം എന്ന് പറയുന്നത് ചരടുകൾ ഉണ്ടെങ്കിൽ പോലും അതിനനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് വരും. ഞാനിപ്പോൾ കേരളത്തിൻ്റെ കാര്യം ശരത്ത് ചോദിച്ചപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇനി കേരളത്തിന് എങ്ങനെ സാധിക്കും? ഒരു സംസ്ഥാനമല്ലേ എന്ന് ചോദിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ ശരത്തെ, ഈ തിരുവനന്തപുരത്താണ് ശരത്ത് ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കമ്മീഷൻ ചെയ്തിട്ടില്ല, ഇല്ലേ? അത് ഇനിയും അത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഔദ്യോഗികമായത് കമ്മീഷനിങ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന തുറമുഖമായിട്ട് 6-7 മാസത്തിനുള്ളിൽ ഈ വിഴിഞ്ഞം തുറമുഖം മാറി. 70,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തൂത്തുക്കുടി തുറമുഖത്തെയും ചെന്നൈയും വിശാഖപട്ടണത്തെയും എല്ലാം പിന്നിലാക്കി വിഴിഞ്ഞം കുതിക്കുകയാണ്. 1-ാം സ്ഥാനത്തേക്ക് തെന്നിന്ത്യൻ പോർട്ടുകളിൽ വിഴിഞ്ഞം എത്തിച്ചേരുകയാണ്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ സാധ്യതകൾ എവിടെയാണോ അവിടേക്ക് ഈ പറഞ്ഞ, ഇപ്പോൾ ചൈനയിൽ ചെന്നാൽ നിക്ഷേപം നടത്തുന്നതിനുള്ള സാഹചര്യമുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് അവിടെ നിക്ഷേപം നടത്തി പോവുകയാണ്. ഇനി വിഴിഞ്ഞത്തിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുക. വിഴിഞ്ഞത്ത് 6,250 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് വന്നു കഴിഞ്ഞു. 12 കമ്പനികൾ താല്പര്യപത്രം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞു. അതായത് കരയിലെ കണ്ടെയ്നറുകൾ സ്റ്റോക്ക് ചെയ്യുന്നതടക്കം കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള നിക്ഷേപങ്ങളിൽ 6,250 കോടി രൂപയുടെ നിക്ഷേപ പ്രപ്പോസൽ പല കമ്പനികളിൽ നിന്നും ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഇനിയും അത്
പോർട്ടനുബന്ധമായിട്ട് നിരവധി കാര്യങ്ങൾ അവിടെ നടക്കാൻ പോവുകയാണ്. പിന്നെ ജെയ്ഡ് എന്ന് പറയുന്ന കമ്പനി, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് വിഴിഞ്ഞത്തെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ജെയ്ഡിൻ്റെ ഷിപ്പ് അടുത്ത ദിവസങ്ങളിൽ വന്നോ എന്നാണ് കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് വരികയാണ്. ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായി ജെയ്ഡ് വരികയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ മാറിയ സാഹചര്യത്തിൽ ഈ മൂലധന ശക്തികളും അവരുടെ ആ പഴയ നിലപാടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയല്ല. മൂലധന ശക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് അവരവരുടെ നിയമങ്ങളും കാര്യങ്ങളും നിലപാടുകളും നയങ്ങളും മാറ്റുന്നു. അപ്പോൾ അതിനനുസൃതമായിട്ട് മൂലധന ശക്തികളും കോർപ്പറേറ്റുകളും അതിനനുസരിച്ച് മാറുന്നുണ്ട്. അതാണ് നമ്മൾ ചൈനയിൽ കാണുന്നത്. അപ്പോൾ പണ്ടത്തെ ഏതോ കാലത്തെ മൂലധന ശക്തികൾ ഇങ്ങനെ ഒന്നും അനുസരിക്കില്ല, അവരെ ചരടിൽ കൊതുക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഈ പറഞ്ഞ നിക്ഷേപങ്ങളൊന്നും ഈ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള തുറമുഖത്തേക്കും വിശാഖപട്ടണത്തേക്കും ഒക്കെ പോകാമായിരുന്നു. എന്തുകൊണ്ടാണ്? അവരെല്ലാം അങ്ങോട്ട് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഇവിടെ വന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, കേരളത്തിൽ പോകാൻ പാടില്ല, അവിടെ ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ ഇത് നമ്മൾ 2 വർഷത്തെ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ കാണണം. അപ്പോൾ ഒരു വർഷത്തെ ഇടതുപക്ഷ സമീപനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാലാനുസൃതമായിട്ട് നിലപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നേട്ടത്തിന് ഉതകുന്ന വിധത്തിൽ, വളർച്ചയ്ക്കുതകുന്ന വിധത്തിൽ മാറേണ്ട സാഹചര്യത്തിൽ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, കമ്മ്യൂണിസം തന്നെ മാറ്റത്തിന് എല്ലാം വിധേയമാണ് എന്ന സിദ്ധാന്തത്തിൽ, എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഈ മാറ്റം ലോകത്തെമ്പാടും കാണുന്ന മാറ്റങ്ങൾ എല്ലായിടത്തും പ്രതിഫലിക്കും. അതിനനുസൃതമായിട്ടുള്ള ഒരു മാറ്റമാണ് കേരളത്തിൽ ഈ നയരേഖയിലൂടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും നേരത്തെ ശരത്ത് ചൂണ്ടിക്കാണിച്ച പോലെ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു കാര്യം സമീപകാലത്ത് കേരളത്തിൽ സംഭവിക്കും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെയും വികസിത രാജ്യങ്ങളുടെയും കുറച്ച് അത്ര ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത നിലവാരവും ഉയർത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പ്രധാനം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, അതായത് നമുക്കങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നികുതി പിരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നത്, അതിന് പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നടപ്പാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നമുക്ക് തിരിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ നേരത്തെ ശരത്തിനോട് ചൂണ്ടിക്കാണിച്ച ഉർവശി ശാരവം ഉപകാരമായി എന്ന് പറയുന്നത്. നമുക്ക് തനത് വരുമാന മാർഗ്ഗങ്ങൾ വരുന്നത്. അതുകൂടാതെ തന്നെ ശ്രീ MP ഗോവിന്ദൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനങ്ങളുടെ കയ്യിലുള്ള പണം കൂടി വികസനത്തിന്, മൂലധന നിക്ഷേപത്തിന് സമാഹരിക്കുന്നതിന് ആവശ്യമായ പരിപാടികളിലേക്ക്, നയസമീപനങ്ങളിലേക്ക് കടക്കും. അത് സമ്പന്നരായ കേരളീയരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ഏതോ രാജ്യത്ത് കിടക്കുന്ന വലിയ കോർപ്പറേറ്റുകൾ ഇങ്ങോട്ട് കോടാനുകോടി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെയും ആളുകളുടെ കയ്യിൽ പണമുണ്ട്. ആ പണം സമാഹരിച്ചാണ് നമ്മൾ സിയാൽ പണിത് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇരുപക്ഷത്തും ഈ നിലപാടുകളിലെ മൂലധന ശക്തികൾക്കും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി, സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനും ചില മാറ്റങ്ങൾ വരുത്തിയേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ അനിവാര്യമായ മാറ്റത്തിലേക്കാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. അതിന് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ട് പോകില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ശ്രീ പൊടിപ്പാറ, ഇതുപോലത്തെ കാര്യങ്ങൾ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് കാര്യങ്ങൾ പരിശോധിച്ച് ഭാവി കാലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ CPIM, LDF ആ സർക്കാർ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഘട്ടം കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന, പ്രതിപക്ഷത്തിന് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ? പ്രതിപക്ഷത്തെ സംബന്ധിച്ചുകൂടി ചിന്തിക്കണ്ടേ? ഞാൻ ശരത്തിനോട് ഒരു സാങ്കല്പിക ചോദ്യം, നിങ്ങളത് ഞാൻ ചോദിക്കുന്ന ചോദ്യം സാങ്കല്പികമാണെന്ന് ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞേക്കാം, ചിരിച്ചേക്കാം, പരിഹസിച്ചേക്കാം. അവസാനം പറഞ്ഞ എന്തായാലും ഉണ്ടാവില്ല. ഇപ്പോ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളിൽ ഈ വിമർശനത്തിൽ കഴമ്പില്ലേ? അതായത് 25 വർഷം മുമ്പെങ്കിലും ചെയ്യേണ്ടിയിരുന്ന കാര്യം 25 വർഷം വൈകിച്ചു. പ്രതിപക്ഷം മാത്രമല്ല, ഇവിടുത്തെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള എന്നാൽ CPM അനുകൂലികളല്ലാത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞരും എല്ലാം ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. 30 വർഷം മുമ്പ് 95-ലെങ്കിലും മാറി ചിന്തിക്കേണ്ടിയിരുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം ചിന്തിക്കുമ്പോൾ അതുവരെ കളഞ്ഞുപോയ ഈ 30 വർഷത്തിന്റെ പേരിൽ ആരാണ് മാപ്പ് തരിക? ആരാണ് മാപ്പ് ചോദിക്കേണ്ടത്?
ഇപ്പോഴെങ്കിലും അത് ചിന്തിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹം. ശരി, ആ രാഷ്ട്രീയ വിമർശനം താങ്കൾ അവതരിപ്പിച്ചു, ശരി തന്നെ, അതിരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഒരു അടുത്ത വശമാണ്. അല്പസമയം തരും. അപ്പൊ അതിനകത്തൊരു കുറ്റബോധത്തിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു അംശമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ ഇനിയിപ്പോ താങ്കളും അല്ലെങ്കിൽ അരുൺകുമാറും വിചാരിക്കുന്നതിന് കേരളത്തിൽ വേറൊരു പാർട്ടിയേ ഉണ്ടാവില്ല, ഇടതുപക്ഷം ഒഴിച്ച് ഈ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം ഒലിച്ചു പോകും. അത്ര ആത്മവിശ്വാസമൊക്കെ നല്ലത് തന്നെ, ആത്മവിശ്വാസം നല്ലത്, അങ്ങനെ വിശ്വസിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. എന്റെ ചോദ്യം അതല്ല. ഇനി എങ്ങാനും അരുൺകുമാർ വിചാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അലയടിച്ച ഭരണവിരുദ്ധ തരംഗം അങ്ങാനും ആഞ്ഞു വീശുകയും അവിടെ UDF ഭൂരിപക്ഷം നേടി മറ്റൊരു മന്ത്രിസഭ വന്നാൽ ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, സ്വകാര്യ സർവകലാശാല, ചരടില്ലാത്ത മൂലധന നിക്ഷേപം, മറ്റു വകുപ്പുകളില്ലായ്മ, ഇതെല്ലാം വെച്ചുകൊണ്ട് UDF മുന്നോട്ട് വന്നാൽ ഇതുപോലെ ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ആവേശപൂർവ്വം സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കൂ? ശരി, ആ ചോദ്യം നിൽക്കട്ടെ. എന്റെ ചോദ്യത്തിനൊരു മറുപടി ഉണ്ടോ? പ്രതിപക്ഷത്തിന് വെല്ലുവിളി ഉണ്ടോ? പ്രതിപക്ഷത്തിന് വെല്ലുവിളി സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സർക്കാർ നടപ്പാക്കുന്ന കാര്യങ്ങളുടെ വിലയിരുത്തലാണല്ലോ. ചരിത്രം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. കേരളം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കും അങ്ങനെ അത് മനസ്സിലായി സർ. ഞാൻ ചോദിച്ചതല്ല, ഇങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാവുന്നതും ജനങ്ങൾ ശ്രദ്ധിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതലായി ശ്രദ്ധിച്ചാൽ പ്രതിപക്ഷത്തിന് അതൊരു അങ്ങനൊരു ഭാഗമില്ലേ? അതായത് ഈ 2 പാർട്ടികൾക്കും സോളിഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് ഉണ്ട്. ഈ പറഞ്ഞ സ്വിംഗിങ് വോട്ടേഴ്സ് ആണ് ഈ പറഞ്ഞ അധികാരം നിശ്ചയിക്കുന്നത്. നല്ല പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഇടതുപക്ഷം കേരളത്തിന്റെ മുമ്പിൽ വലിയൊരു പദ്ധതി, അതായത് കേരള വികസനത്തിന്റെ ഒരു പുതിയ മോഡൽ അവതരിപ്പിക്കുന്നു. അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും അതിനുള്ള നേതൃത്വ ശേഷിയും ഉണ്ടെന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് കൂടുതൽ ബുദ്ധിമുട്ടാകും. അതാ ഞാൻ ചോദിച്ചത്. അതും ഈ ചർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട മനസ്സിലായി. അങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും സംവിധാനവും നാട്ടിലുണ്ട് എന്ന ഒരു ബോധം സൃഷ്ടിക്കാൻ കൂടി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ പ്ലസ് ആണ്. അതുതന്നെയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ കടമ്പയും. 2 തവണ നമ്മൾ കണ്ടു കഴിഞ്ഞു, 10 വർഷം ആകുകയാണ്. ഞാൻ ശ്രീ അരുണിലേക്ക് വളരെ വേഗം അദ്ദേഹത്തിൻ്റെ ചോദ്യവും അതിനെ ചേർത്തുള്ള താങ്കളുടെ ഒരു കമൻറ്റും ക്യുക്കായി പ്ലീസ്. അല്ല, ഇതൊക്കെ 30 വർഷം മുമ്പ് വരേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ വ്യവസായ മീറ്റ് നടത്തിയപ്പോൾ അതിൽ രാജ്യത്താകമാനം, ലോകത്താകമാനമുള്ള സംരംഭകർ വന്ന് ഞങ്ങൾ ഇത്ര നിക്ഷേപിക്കാമെന്ന് പറയുന്നത് ഇവിടെ പശ്ചാത്തല സൗകര്യ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റവും നല്ല സാമൂഹ്യ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് നേരത്തെ UDF ഭരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ദേശീയപാത വേണ്ടെന്ന് ഉപേക്ഷിച്ച് പോയവരല്ലേ നിങ്ങൾ? അതുപോലെ തന്നെ കേരളയിലെ വലിയ ചർച്ചകൾ വരുമ്പോൾ അത് പ്രഖ്യാപിച്ചിട്ട് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവരല്ലേ നിങ്ങൾ? ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കം ഉപേക്ഷിച്ച് പോയവർ. അപ്പം ഞങ്ങളുടെ കാലത്ത് ഇതൊക്കെ ഉപേക്ഷിച്ച് പോയി ഒരു പശ്ചാത്തല വികസന രംഗത്ത് ഒരു മുന്നേറ്റം ഇല്ലാതെ വരുമ്പോൾ ഇത് നടക്കില്ല. ഇതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ എന്താ പറഞ്ഞത്? എന്നോട് പല കോൺഗ്രസ്സുകാരും ഈ ആശയം പങ്കുവെക്കുന്നു, ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട്. അതുപോലെ മറ്റു പലരും എന്നെ ഫോണിൽ വിളിക്കുന്നു. മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുൻ KPCC പ്രസിഡന്റ് അല്ലേ, എന്താണ് പറഞ്ഞത്? ഈ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഭരണ തുടർച്ച വരെ വരുമെന്നുള്ള സാഹചര്യം വരുന്നു. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷത്തിന്റെ പാർട്ടിയായിട്ട് മാറുക എന്ന് പറയുമ്പോൾ മറ്റു പല പാർട്ടികളിലും അണിനിരക്കുന്ന പലരും മനസ്സ് ഇവിടെയായി മാറിയിരിക്കുന്നു. കാരണം ഇതൊക്കെ നല്ല രൂപത്തിൽ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഉള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇതൊക്കെ യാഥാർത്ഥ്യം കാണുകയല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് നിൽക്കുന്നവരും വിഭിന്ന അഭിപ്രായമുള്ളവരെയൊക്കെ ഞങ്ങൾ യോജിപ്പിക്കും. ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നവർ ഇന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ നിർദ്ദേശം സ്വീകരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജ്ഞാന സമൂഹം, നവകേരളം തന്നെയാണ് ലക്ഷ്യം. അത് പൂർണ്ണതയിലെത്തിക്കും, ഉറപ്പ്. ശരി, ഞാൻ ശ്രീ ജോർജ് ജോസഫ് വളരെ വേഗത്തിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. താങ്കളുടെ കൂടി ഒരു റെസ്പോൺസ്. ഈ 30 വർഷത്തിൻ്റെ ഒരു കഥ പറഞ്ഞ് ഇപ്പോൾ ശ്രീ പൊടിപ്പാറ എടുത്തൊരു സ്ട്രാറ്റജിയിൽ നിന്നിട്ടാണ് പ്രതിപക്ഷം പോകുന്നതെങ്കിൽ ഇപ്പുറത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിറകിലോട്ട് നടക്കുന്നത് പോലെയാകുമോ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ? അല്ല, ഈ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ 30 വർഷത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഓരോ കാലഘട്ടത്തിൻ്റെ അനിവാര്യത അനുസരിച്ചാണ് ആ കാലഘട്ടത്തിന് അനുസൃതമായ നയങ്ങളും നിലപാടുകളും പരിപാടികളും പദ്ധതികളും ഒക്കെ രൂപപ്പെടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയാം, ഇപ്പോൾ നമ്മൾ 30 വർഷം മുമ്പ് നമ്മൾ AI സാങ്കേതികവിദ്യയെക്കുറിച്ച് നമുക്കറിയില്ലായിരുന്നു.
ഇപ്പോൾ AI സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ അന്ന് നമുക്ക് മൊബൈൽ ഫോൺ വളരെ തുച്ഛമായ ആളുകളുടെ കയ്യിലാണ്. ഇന്ന് നമ്മുടെ പെനിട്രേഷൻ 110% രാജ്യത്ത്. അതിൽ തന്നെ 50-60% ആളുകൾ സ്മാർട്ട് ഫോണിലാണ് ഉപയോഗിക്കുന്നത്. ക്രെഡിറ്റ് ആർക്ക് ഈ കൊടുക്കും? മാറ്റങ്ങളെല്ലാം ഉണ്ടാവുന്നത് അനിവാര്യമായ ഓരോ ഘട്ടത്തിലൂടെയാണ്. അപ്പോൾ അത് ഈ 30 വർഷത്തെ കാര്യങ്ങളെന്തോ പിന്നോക്കം പോയി അങ്ങനെ നോക്കുമ്പോൾ നമ്മളെക്കാൾ എത്രയോ പിന്നിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റ് പല സംസ്ഥാനങ്ങളും നിലകൊള്ളുന്നത്. അതിനേക്കാൾ ഒരു 30, 35, 50 വർഷത്തിലേക്ക് പിന്നിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഓരോ സാഹചര്യത്തിലും ഈ 30 വർഷക്കാലത്തിനിടയിലും കേരളം വലിയ മാറ്റങ്ങൾ കണ്ടു. നേരത്തെ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയുള്ള അതുപോലെ തന്നെ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ ഇത് പഞ്ചായത്ത് രാജ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വികേന്ദ്രീകരണം എല്ലാം ശക്തമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ മാറ്റങ്ങൾ ആ 30 വർഷക്കാലത്തിനും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ അനിവാര്യമായിട്ടില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ബോട്ടിൽ നെക്ക് തീർച്ചയായും നമ്മൾ കേരള മോഡലിന്റെ മെയിനി പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ താങ്കൾ പറഞ്ഞ പോലെ കേരള മോഡലിൽ നിന്നും ഉൽപാദന മേഖലയിലെ മികവിൻ്റെ ഒരു പുതിയ കാലത്തിലേക്ക്, ആ കാലത്തിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് കൂടുതൽ തൊഴിൽ സൃഷ്ടിച്ച് വളരെ ഗുണപരമായ മാറ്റത്തിൻ്റെ പുതുവഴികൾ തേടുന്ന ഒരു വികസന നയരേഖ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് CPIM വാർത്താ സമ്മേളനത്തിലടക്കം വിശദീകരിച്ചത്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി അതുതന്നെയാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയതും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.